ദീർഘനാൾ കാത്തിരുന്നിട്ടും പട്ടയം ലഭിക്കാത്തതിനെ തുടർന്ന് കൂത്താട്ടുകുളം ഇലഞ്ഞി സ്വദേശി മൂവാറ്റുപുഴ RDO ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇലഞ്ഞി കുഴിപ്പറമ്പിൽ വിനോദാണ് 2 മണിക്കൂർ പൊരിവെയിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. പ്രശ്നപരിഹാരം കണ്ടെത്താമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് വിനോദ് സമരം അവസാനിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഞാനൊരു പത്രമാണ്, കേൾവിക്കുറവുണ്ട്, കാഴ്ചക്കുറവുണ്ട്, ആരോഗ്യക്കുറവുണ്ട്, ഞാൻ സർക്കാരിന്റെ പെൻഷൻ വാങ്ങി ജീവിക്കണമെന്ന്. കാഴ്ചയ്ക്കും കേൾവിക്കും തകരാറുള്ള വിനോദ് 2021 പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ നൽകിയത്. തുടർന്ന് നിരവധി തവണ വിവിധ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയെങ്കിലും പട്ടയം ലഭിച്ചില്ല. പട്ടയം നൽകാമെന്ന ഗവൺമെന്റ് ഉത്തരവുണ്ടായിട്ടും മൂവാറ്റുപുഴ താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥർ അലംഭാവം കാണിച്ചുവെന്നാണ് വിനോദിന്റെ പരാതി. കളക്ടറുടെ ഉൾപ്പെടെ ഉത്തരവുണ്ടായിട്ടും യാതൊരു നടപടിയും അധികൃതർ തന്റെ അപേക്ഷയിൽ സ്വീകരിച്ചില്ല എന്നും വിനോദ് പറയുന്നു. എല്ലാ പേപ്പറുകളും തയ്യാറാക്കി ഒട്ടേറെ തവണ ഉദ്യോഗസ്ഥരെ സമീപിച്ചെങ്കിലും പട്ടയം നൽകാതിരിക്കാനായി ഓരോരോ തടസ്സങ്ങൾ ഉദ്യോഗസ്ഥർ ഉയർത്തിക്കൊണ്ടുവരികയാണെന്നും വിനോദ് പറഞ്ഞു. വിനോദിന് പട്ടയം നൽകുന്നതിന് ഉദ്യോഗസ്ഥർ പലതവണ തീയതികൾ നിശ്ചയിച്ചിരുന്നെങ്കിലും ആ തീയതികളിൽ വിനോദും അമ്മയും എത്തുമ്പോൾ വീണ്ടും അവരെ തിരിച്ചയക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളതെന്നും വിനോദ് പറഞ്ഞു. ഇതിനിടെ വിനോദിന്റെ അമ്മ മരിച്ചു. എന്നിട്ടും അധികൃതർ യാതൊരു കനിവും തന്നോട് കാണിച്ചില്ലെന്നും വിനോദ് ആരോപിച്ചു. അവര് പറഞ്ഞ കണക്കിന് കഴിഞ്ഞ വെള്ളിയാഴ്ച എനിക്കത് കേട്ടണ്ട. അപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ചയാകുമ്പോൾ കഴിഞ്ഞപ്പം 4 ഫോട്ടോയും ഒരു നോട്ടറിയുടെ ഒരു പേപ്പർ ആവശ്യപ്പെട്ടു. അതും കൊണ്ട് കൊടുത്തോ, ഫോട്ടോയും കൊണ്ട് കൊടുത്തോ. ഞാൻ നാളെ വരുമെന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു അത് പറ്റിയല്ല, 2 ദിവസം നോക്കണം. അത് കഴിഞ്ഞ് ഇന്നലെ കളക്ടറേറ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് അങ്ങനെ സാധനമായി ഇതുവരെ അയച്ചിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാകുമ്പോ അന്ന് തന്നെ അയച്ചോളാം എന്ന് പറഞ്ഞാണ് ഇന്നലെ കളക്ടറേറ്റിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പോ ഇവിടുന്ന് സാധനം ചെന്നിട്ടില്ല. ഞാൻ തന്നെ CPI മൂവാറ്റുപുഴ മണ്ഡലം സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പൊതുപ്രവർത്തകർ സ്ഥലത്തെത്തി വിനോദിനെയും കൂട്ടി പുതിയ തഹസിൽദാരുമായി ചർച്ച നടത്തി. വിനോദിന് പട്ടയം ലഭിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാമെന്ന അധികൃതരുടെ ഉറപ്പിനെ തുടർന്നാണ് പൊരിവെയിലത്ത് നിന്നുകൊണ്ടുള്ള സമരം വിനോദ് അവസാനിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.